ഹലോ ഗായ്സ്, നമ്മളപ്പോൾ ഇന്ന് OnePlus 9RTയുടെ ഒരു അൺബോക്സിംഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഞാൻ എക്സ്ട്രാ ഓർഡർ ചെയ്തിട്ടുള്ള കേസാണ്. ബിക്കോസ് ഇതിനകത്തെ കേസ് എനിക്കധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കിത് തുറന്നു നോക്കാം. കേസ് നല്ലൊരു ഗ്ലാസ് ടൈപ്പിലാണ് ഈ കേസ് വന്നിട്ടുള്ളത്. നമ്മൾ ഇത് ആമസോണിലാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ നമുക്ക് മൊബൈൽ നൈസായിട്ടങ്ങ് പൊക്കാം. ഇതാണ് നമ്മുടെ OnePlus 9RT. ഈ സ്റ്റിക്കർ അടർത്തി കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ പുറത്തോട്ടെടുക്കാം. പിന്നെ ഈ സൈഡ് നമുക്ക് ഫോണൊന്ന് പുറത്തോട്ടെടുക്കാം. ഇതിനകത്ത് ഒരുപാട് പേപ്പേഴ്സും കാര്യങ്ങളുണ്ടായിരുന്നു. ഫസ്റ്റ് അവരുടെ ഒരു വെൽക്കം, സിം ഇജക്ടർ, ക്വിക്ക് സ്റ്റാർട്ട്, അങ്ങനെ ഒരുപാട് പേപ്പറുകൾ ഇതിനകത്തുണ്ട്. അതുപോലെ ഇനി അടുത്തത് റെഡ് കേബിൾ കാർഡ് വരുന്നുണ്ട്. സ്റ്റിക്കേഴ്സ് OnePlusൻ്റെ. ഏസറിൻ്റെ ലാപ്ടോപ്പ് അങ്ങനെ ഞാൻ OnePlusൻ്റെ ആക്കി. ഇതാണ് മൊബൈൽ. തൽക്കാലം നമുക്കിതൊരു മുക്കിലോട്ട് മാറ്റി വയ്ക്കാം. ഇതിനകത്ത് നല്ലൊരു ചാർജർ വന്നിട്ടുണ്ട്, 65 വാട്ടിൻ്റെ. കൊള്ളാം, നല്ല വെയിറ്റ് ഉണ്ട്. അതുപോലെ ഒരു ബാക്ക് കേസ് വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് ബാക്ക് കേസ് അധികം ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ മറ്റേ ബാക്ക് കേസ് വാങ്ങിയത്. അതുപോലെ റെഡ് കേബിൾ വന്നിട്ടുണ്ട്. ഇതിൽ ഒരു സൈഡ് USB Type-C ആയിട്ടാണ് വരുന്നത്. ഇതിനെ പറ്റിക്കാത്തൊന്നുമില്ല. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി മൊബൈൽ നമുക്ക് നൈസായിട്ട് അങ്ങ് ഓപ്പൺ ചെയ്യാം. നല്ലൊരു ഗ്ലാസ് ബോഡിയോടെയാണ് നമ്മുടെ OnePlus വരുന്നത്. 9RT കൊള്ളാം, നല്ലൊരു പ്രീമിയം ലുക്കുണ്ട്. ഇനി നൈസായിട്ട് നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. കമ്പനി ഇതിനകത്ത് കുറേ വാറണ്ടി കാർഡ്, അതുപോലെ പ്രൊട്ടക്ഷൻ കാർഡ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ സ്കീമുകളൊക്കെ വയ്ക്കുന്നുണ്ട്. ആമസോണിൽ ഞാൻ കണ്ടായിരുന്നു, പക്ഷെ ഞാൻ തീരും ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് ഏകദേശം ഒരു 50 രൂപയുടെ അടുത്താണ് എല്ലാം കൂടെ നോക്കുമ്പോൾ. ഇതിപ്പോൾ 48. 2 വേരിയൻറ്റിലാണ് ഈ മൊബൈൽ വരുന്നത്. 8GB 128ഉം അതുപോലെ 12GB 256 സ്റ്റോറേജിലും. ഇത് 12GB 256 ആണ്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിലൊരു റിയൽമി 7i കണ്ടിട്ടുണ്ടാവും. ഞാനത് എക്സ്ചേഞ്ച് ചെയ്തു നൈസായിട്ട്. അതിൽ നിന്ന് എനിക്കൊരു 10 രൂപ കിട്ടിയായിരുന്നു. അത് നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം.
നൈസായിട്ട് മൊബൈൽ ഓണായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ മൊബൈലിൻ്റെ യൂസർ റിവ്യൂ ആയിട്ട് ഇതൊന്ന് ഉപയോഗിച്ച് നോക്കട്ടെ, എന്നിട്ട് ഞാൻ വീണ്ടും വരാം.